ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പലരും ചോദിച്ചൊരു വീഡിയോ ആണ്. ആഫ്റ്റർ +2 സാധ്യതകളെ പറ്റി, കോഴ്സിനെ പറ്റി, ഡിഗ്രി എടുക്കണോ? അതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിഗ്രിയുടെ ഒരു സ്കോപ്പ്, ഡിഗ്രി എടുത്താലുള്ള സംഭവങ്ങൾ, ഡിഗ്രി എന്താ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ആസ് എ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ഷമ ഉള്ള ആളുകൾ വീഡിയോ കാണുക, ഫുള്ള് വരെ കാണുക. പിന്നെ ആഫ്റ്റർ +2 കരിയർ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വീഡിയോ കാണുക. അല്ലാതെ നിങ്ങൾ കുറേ ഫാസ്റ്റ് അടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില എക്സ്പീരിയൻസുകളാണ് ഞാൻ ആക്ച്വലി ഇതിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കടന്നുപോയ വഴികളിലാണ് ഞാൻ പലപ്പോഴും നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. കാരണം എനിക്ക് വേറൊന്നും അറിയില്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ പറയുകയാണെങ്കിൽ ഞാൻ ആഫ്റ്റർ +2 ശേഷം ഞാൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. BA എക്കണോമിക്സ് അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ അഡ്മിഷൻ പ്രോസസ്, ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ് പലർക്കും ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ പഠിക്കാൻ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കേരളത്തിൽ പഠിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പഠിക്കാം. കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ അതത് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ മേഖലയിലെ ആളുകൾക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ കുറച്ച് പകുതിയുള്ള ആളുകൾക്കുണ്ട്. കണ്ണൂർ ഒരുപാട് കോളേജ് ഉണ്ട് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇവിടെയൊക്കെ പാലക്കാടൊക്കെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലാണ്. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ മലയാളം അങ്ങനെ ഒരുപാട് സർവകലാശാല അണ്ടറിലായിരിക്കും പല കോളേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെയൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ എന്ത് വരും, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ വന്ന് ഞാൻ വീഡിയോ ചെയ്തു തരും, പേടിക്കേണ്ട. ചില ഓട്ടോണമസ് കോളേജ്, ഇപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഫറൂഖ് കോളേജ്, അതുപോലെ തന്നെ പിന്നെ ഗുരുവായൂരപ്പൻ കോളേജിന് എനിക്ക് സംശയമുണ്ട്, ഗുരുവായൂരപ്പൻ കോളേജ് ഓട്ടോണമസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവഗിരി കോളേജ്, ഈ കോളേജൊക്കെ അഡ്മിഷൻ എടുക്കുക അവരുടെ തന്നെ വെബ്സൈറ്റിലാണ്. അവർക്ക് വേറെ ആരും യൂണിവേഴ്സിറ്റി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ +2 റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തേക്ക്. ഓട്ടോണമസ് കോളേജ്, ഇപ്പോൾ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ ഇത്രയും കോളേജ്, നിങ്ങളുടെ നാട്ടിൽ ഓട്ടോണമസ് കോളേജുകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ യൂണിവേഴ്സിറ്റി ഒന്നും കാത്തിരിക്കില്ല. അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യും, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും, അവരുടെ എക്സാം നടത്തും, എല്ലാവരും അതാണ് ഈ ഓട്ടോണമസ് പറഞ്ഞാൽ സ്വയം ഭരണാവകാശം അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല മികച്ച കോളേജ് അതൊക്കെ കിട്ടുള്ളൂ. അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. അപ്പോൾ ഞാൻ അഡ്മിഷൻ എടുത്ത ഡിഗ്രിക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, പിന്നെ എനിക്ക് എന്ത് സ്കില്ല്, ഇതൊക്കെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഒത്തിരി ക്ഷമമുള്ള ആൾക്കാർ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. അല്ല നിങ്ങൾ പിന്നെ തീരെ എനിക്ക് ഇങ്ങനെ കാത്തിക്കാണെന്ന് കഴിയില്ല, നിങ്ങൾ തള്ളന്ന് കേൾക്കാൻ നേരമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, വീഡിയോ നിർത്തി പോയിക്കോളി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ഡിഗ്രിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. എന്ത് ഇതിനെപ്പറ്റി ഒന്ന് നിങ്ങളെ പ്രായത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയാം, സ്പോട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പോർട്സ് അഡ്മിഷൻ ആയിരിച്ചു. എനിക്ക് എന്ത് സ്പോർട്സ്, എനിക്കൊരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട്. സ്പോർട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് കോളേജ് പ്രഖ്യാപിക്കും. ഇത് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ ശേഷമായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായി പഠിച്ച ഒരു കാലഘട്ടം +2 ആണ്. അതിനുശേഷം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ SLC ഞാൻ വലിയ അത്ര സ്മാർട്ടൊന്നും, പക്ഷേ +1 ഞാൻ നന്നായി പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം മാർക്ക് അന്ന് 86% മാർക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പിന്നെ ഒരു കോളേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസം അന്നൊക്കെ, കാരണം ഭയങ്കര കോമ്പറ്റീഷനുള്ള സമയം. അങ്ങനെ ഞാൻ സ്പോട്ട് അഡ്മിഷന് കാത്തിരുന്നു. അങ്ങനെ ആ കോളേജിൽ ആകെ 5 സീറ്റ് ബാക്കി. ഈ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, നിങ്ങൾ എത്ര പേര് കേട്ടെന്ന് എനിക്കറിയില്ല. 5 സീറ്റ് ബാക്കിയുണ്ട്. 5 സീറ്റ് ബാക്കിയുള്ളതെന്ന് ഈ സ്പോട്ട് അഡ്മിഷന് പോയി അവിടെ അങ്ങനെ മൂന്നാമതായിട്ട് അന്ന് 150 ആൾക്കാർ വന്നിന്. അതിൽ 5 ആൾക്കാരിൽ അതിൽ ഭാഗ്യം എനിക്കൊരു സീറ്റ് അവിടെ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എൻറ്റയർലി എന്നെ സംബന്ധിച്ചോളം, ഞാൻ +2 വരെ ഒരേ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്കൂള്, ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമുള്ള സ്കൂളിലേക്ക്. അങ്ങനെ എനിക്ക് പുറം ലോകമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. ബസ്സിന് പോവുക, കുറേ ആളുകൾ പരിചയം, ഒക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ. ആ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ എന്ത് ചെയ്യുന്നത്, കോളേജിലേക്ക് എത്തുന്നത് A to Z ആളുകളെ പരിചയപ്പെടുന്നു, രാഷ്ട്രീയക്കാരെ കാണുന്നു, സ്പോർട്സുകാരെ കാണുന്നു, കലാപരമായ ആളുകളെ കാണുന്നു. പിന്നെന്താ പറയുക, കോളേജിലെ ഇലക്ഷൻ, ഞാൻ വരുന്ന സമയത്ത് കോളേജിൻ്റെ ഇലക്ഷൻ നടക്കുന്ന സമയം, ഭയങ്കരമായ ക്യാമ്പയിനിങ്. പിന്നെന്താ പറയുക, എനിക്ക് വേറെ തന്നെ ഒരു ലോകമായിരുന്നു ശരിക്കും ഈ ഡിഗ്രിക്ക് പോയപ്പോൾ. പിന്നെ അവിടെ കാരണം ഗുരുവായൂർ കോളേജ് അന്ന് പേര് അടിൻ്റെ ഒരു സമയം, നല്ല അടിയാണ്. ഞാനൊക്കെ കോളേജിൽ സമയത്ത് സീനിയേഴ്സിനെ കാണാതൊക്കെ പേടിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോൾ പേടിയായിരുന്നു, കോളേജ് പോകാൻ പേടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സീനിയേഴ്സിനെ പേടിച്ചിട്ട്. അന്നൊക്കെ ഞാൻ നിങ്ങൾ എന്താ പറയുക, ഒരു പാവം പയ്യനായിരുന്നു. ഭയങ്കര എന്താ പറയുക, നാട്ടിലൊക്കെ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു പാവമായിരുന്നു ഞാൻ. എനിക്കിങ്ങനെ പുറം ലോകത്തിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആക്ച്വലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഇയർ എനിക്കൊന്ന് നന്നായി ബാഗൊക്കെ ആയിട്ട് ഞാൻ സ്കൂളിൽ പോയി. എന്നോട് ചോദിച്ചു, നീ എന്താടാ പിന്നെ സ്കൂളിലൊക്കെ വരുന്നത്, എന്താ ബാഗായിട്ട്? അപ്പം എൻ്റെ കോളേജിലെ ബാഗൊന്നും എടുക്കൂലേ, കോളേജിലേക്ക് ഒരു ബുക്ക് ചുറ്റി പിടിച്ച് പോവാ, ആ മൂടൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ബോയ്സൊക്കെ ആണെങ്കിൽ മെജോറിറ്റി ആൾക്കാർ സ്പോർട്സുകാരാണ്. അവിടെ മെറിറ്റ് കയറിയത് എനിക്ക് തോന്നുന്നു ഞാനും, പിന്നെ വേറെ ആരും ഇല്ല. ബാക്കി എല്ലാവരും മാനേജ്മെൻറ്റ് കോട്ട, അങ്ങനെ കുറേ ബോയ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു. നമുക്ക് ആകെ 14 ബോയ്സാണ്. ചില ആൾക്കാർ റിസർവേഷന് വന്ന ആൾക്കാരും, ചില ആൾക്കാർ സ്പോർട്സുകാരാണ്. മെറിറ്റിലാണ്. ഞാനും വേറെ എൻ്റെ ഫ്രണ്ടുണ്ട്, പിന്നെ എൻ്റെ പേര് അതുൽ.
ഞങ്ങൾ രണ്ടാളാണ് മെറിറ്റ് കയറിയ ആൾക്കാർ. ഞാൻ ലാസ്റ്റ് കയറിയ ആൾക്കാർ. മെറിറ്റ് പറഞ്ഞാൽ നമ്മുടെ മാർക്കിൻ്റെ ബേസിൽ. പിന്നെ ഗേൾസിന് ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട്സ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ക്ലാസ്സിന് പുറത്തുണ്ടാകും. അവർ പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ, പ്രേമം സിനിമയൊക്കെ വൈബ് ഉണ്ടല്ലേ, നിങ്ങൾ ഗുരുവായൂരപ്പൻ കോളേജ് കാണാത്ത ആൾക്കാർ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചാണ് പക്കാ ക്യാമ്പസ്. അതായത് ഇന്ന് കുറെ കൂടി അവർ ഇന്റർലോക്ക് കെട്ട് ക്യാമ്പസ് ഒക്കെ വൃത്തിയാക്കി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പക്കാ ക്യാമ്പസ്. ക്ലാസ്മേറ്റ് സിനിമ ഉണ്ട് ഞങ്ങൾ, പിന്നെ നമ്മുടെ ലാൽ ജോസിന്റെ ഇഷ്ടമൽ അല്ലേതിന് എൻ്റെ കൽവിലേവി, ആ സിനിമ ലാൽ ജോസ് ഡയറക്റ്റ് ചെയ്യാൻ കാരണം ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് വന്ന നമ്മൾ അവിടെ നടത്തുന്ന ഒരു അലൂമിനി ഉണ്ട്, NV എന്തൊരു പരിപാടിയാണ്, ഒരു അലൂമിനി മീറ്റപ്പ് ഉണ്ട് കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ്. അവിടെ നിന്നൊക്കെയാണ് ഈ ഒരു അപ്പോൾ അത്രയും നല്ല പ്രകൃതിയിലാണ് ഈ അടിപൊളി കോളേജാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ അക്കാഡമിക് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ 0 ആണ്. എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താ പറയുക, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ, കാരണം നമുക്ക് കോളേജിലെത്തുമ്പോൾ അവിടെ കൂടെ നമ്മൾ ചേർന്ന് പോകും, നമ്മൾ പല പരിപാടിയിലേക്ക് പോകും. പല പരിപാടി ഇൻ സെൻസ് വേറെ ഒന്നുമല്ല കേട്ടോ, ക്ലാസ് കയറാൻ നമുക്ക് ഉണ്ടാവില്ല, കാരണം ആരും ഫ്രണ്ട്സ് ഒന്നും ഉണ്ടല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക ഒരു മടിയാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് പോയി പോകും. അപ്പോൾ അക്കാഡമിക് വൈസ് എനിക്ക് അതൊരു 0 ആയിരുന്നു ശരിക്കും എൻ്റെ ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ. പക്ഷേ പേഴ്സണൽ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി തന്നൊരു സംഭവമാണ് പിന്നെ എൻ്റെ ക്യാമ്പസ്. പക്ഷെ എന്ത് ഇമ്പ്രൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ കുറേ ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു, കുറേ കാര്യങ്ങളും മനസ്സിലാക്കി എന്നല്ലാതെ അക്കാഡമിക് വൈസ് എനിക്ക് വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 3rd ഇയർ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും, ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ പല ആഗ്രഹങ്ങളും അവിടെ നിന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ ലൈക്ക് എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയും. കാരണം എനിക്ക് ആകെ ഞാൻ അവിടെ പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ 55%, 56%, അങ്ങനെ എന്തോ ഒരു മാർക്ക് മാത്രമേ ഡിഗ്രിക്ക് എനിക്ക്. അതുപോലെ ഞാൻ ആ 3rd ഇയർ പാസ് ഔട്ട് അല്ലെങ്കിൽ 3rd ഇയർ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പേപ്പർ ബാക്കപ്പ്, അതായത് സപ്ലി ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിച്ച് എഴുതി ഉണ്ടാക്കാൻ എനിക്ക് വലിയൊരു ടാസ്ക്, എനിക്ക് ഇനി പഠിക്കുക അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്രയും വീട്ടിലെ ചെറിയൊരു, അതായത് പുറലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അങ്ങനെ പഠിച്ചുകൊണ്ടൊരു സമയം. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, ബാംഗ്ലൂരിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാംഗ്ലൂർ എന്ന ഒരു ഏവിയേഷൻ കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സാണ് ഏവിയേഷൻ കോഴ്സ് എടുത്തിട്ട്. കാരണം എനിക്ക് ഇനി ഡിഗ്രി എന്തായാലും എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ അടുത്ത PGക്ക് എനിക്ക് പോകാൻ കഴിയില്ല. കാരണം ഒരു കൊല്ലം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ, കാരണം ഞാൻ പാസ്സായില്ല. അത് പേപ്പറൊക്കെ പാസ്സായി വരുമ്പോൾ ഒരു കൊല്ലം എന്തായാലും എടുക്കും അതിൻ്റെ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് ആകെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ അതെനിക്ക് ഒരു സ്ഥലത്ത് മാർക്കില്ലാതെ എനിക്കൊരു അഡ്മിഷൻ പോലും കിട്ടൂല എന്നുള്ള എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയും. കാരണം എൻ്റെ ചെറുപ്പം മുതൽ ആഗ്രഹം ടീച്ചറാവാന്നുള്ളത്. പക്ഷെ അതൊക്കെ അവിടെയൊക്കെ സ്റ്റോപ്പ്. എനിക്ക് ആകെ ഞാൻ ഡെസ്പായി, മനസ്സില്ലാ മനസ്സോടെ, അല്ലെങ്കിൽ എന്താണ് ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് ജോലി സെറ്റാണ്, നല്ല വരുമാനം, നല്ലതൊക്കെ പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ എന്നെ കൺവിൻസ് ചെയ്ത് ഞാൻ ബാംഗ്ലൂരിൽ പോവാം. ബാംഗ്ലൂരിൽ പോയി ഞാൻ അവിടെ കുടുങ്ങി. ആദ്യത്തെ പരിപാടി, എനിക്ക് ലാംഗ്വേജ് അറിയില്ല. അവിടെ ബഹുഭൂരിപക്ഷം ആളുകൾ മലയാളിയാണെങ്കിൽ കൂടി ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എന്ത് ഞാൻ തിരിച്ചറിഞ്ഞ മൊമെൻ്റാണത്. ലാംഗ്വേജ്, ഇംഗ്ലീഷ്, അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഇംഗ്ലീഷ് ഇല്ലാതെ, ഇംഗ്ലീഷ് എത്രത്തോളം ഒരു ലാംഗ്വേജ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ പോയ സമയത്താണ്. ഞാൻ ലോക്കായി പോയി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പിന്നെ അവിടെ തുടക്ക സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നില്ല. ആകെ എന്താ പറയുക, നമ്മളൊന്ന് വിലയിരുത്തുക, അയ്യ നിഹാൽ എന്താ അപ്പം എൻ്റെ അവസ്ഥ, അങ്ങനെ എന്തിനു പറ്റടോ, അങ്ങനെ ഞാൻ ആകെ എന്നെ എന്താ പറയുക, ഞാൻ ഒന്നുമല്ല, നമുക്കൊന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി ഞാൻ ആകെ ഇങ്ങനെ സമയം. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ വേറെ അവിടുത്തെ കന്നഡിയനാണ്, കൂറുകളുടെ ചങ്ങായി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എത്തി വിത്തിൻ 3 months എനിക്ക് എന്താ പറയുക, ഇംഗ്ലീഷ് ഞാൻ സെറ്റാക്കി. 3 മാസം കൊണ്ട് ഞാൻ അവിടെ ബാംഗ്ലൂർ, കാരണം എനിക്കത് നിർബന്ധം, ഞാൻ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും എൻ്റെ ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. ലാംഗ്വേജ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലാംഗ്വേജാണ്. കാരണം അതവിടെ നമ്മൾ ഈ ലാംഗ്വേജ് നമ്മൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ലാംഗ്വേജ് സെറ്റ് ആവും. നമ്മൾ എത്ര പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സോ എത്ര ക്ലാസ് കണ്ടിട്ടും കാര്യമില്ല, ഇത് നമ്മൾ ഇത് ലാംഗ്വേജാണ്. അപ്പോൾ ഞാൻ അത് കറക്റ്റ് അവിടെ സെറ്റാക്കി എടുത്തു. അതിനുശേഷം ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. അങ്ങനെയാണ് ഞാൻ ലൈഫ് പഠിക്കുന്നത് മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് എൻ്റെ ഇത്ര കഥകളൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെപ്പോലെ ആയിരിക്കും മെജോറിറ്റി ആളുകൾ. ഞാൻ ലൈഫ് പഠിക്കുക. ഒരു ദിവസം ഇൻ്റർവ്യൂ, ആദ്യമായിട്ട് ഒരു എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു 9 to 11 ആണ് ഇൻ്റർവ്യൂ നടക്കുക, പിന്നെ എന്ത് ചെയ്യുക കറക്റ്റ് സമയത്ത് എത്രയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരം 9 മുതൽ 11 മണി വരെ ഉണ്ടല്ലോ, അന്ന് നമ്മൾ ഉറങ്ങി നീക്കുന്ന 9 മണിക്കാണ്. നമ്മളെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാൽ അവിടെ 9 മണിക്ക് ശേഷം വരുന്ന ആളുകൾ അങ്ങോട്ട് കയറ്റൂല. അത് ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജോലി ഉറപ്പായിരുന്നു. കാരണം ആ രീതിയിൽ വലിയ ടൈപ്പ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ അവസരം നഷ്ടമായി. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നേരെ എയർലൈൻസിലേക്ക് പറഞ്ഞു. അതൊക്കെ വരെ നമ്മളൊരു കണക്ഷൻ്റെ പുറത്താട്ടോ.
ഈ നമ്മളെ കോളേജും ഇവരും നമ്മളൊരു കണക്ഷൻ പുറത്താം. അങ്ങനെ അവിടെ പോയിട്ടും എൻ്റെ ലാംഗ്വേജ് കാരണം എനിക്ക് അതും അവിടെ അന്ന് അത്ര സെറ്റായി വരുന്നുള്ളൂ. ഭയങ്കര 2-3 ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ആകെ അയ്യയ്യയ്യേന്നായി. പിന്നെ ഞാൻ വീണ്ടും നമുക്ക് അവിടെ ഡേ ബൈ ഡേ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആയി. കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് മനസ്സിലായി എന്താണ് ഒരു ഇൻ്റർവ്യൂ, ലൈഫിൽ ഒരു ജോലിക്ക് എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ തിരിച്ചറിയാം. എനിക്ക് എന്താണ് ബാംഗ്ലൂർ ഇതൊക്കെ ഇപ്പം ഞാൻ ചിലപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് സംസാരിക്കുന്ന ലെവലിലേക്ക് ഞാൻ എത്തിയ ചിലപ്പോൾ ആ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കിട്ടിയ ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ജീവിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില എൻ്റെ എക്സ്പീരിയൻസ് ഒരു എക്സ്പ്ലോഷർ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ വേറൊരു എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ജോലിക്ക് കയറി. അങ്ങനെ 6 മാസം എയർപോർട്ടിൽ ജോലിക്ക്. അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. അതിൽ പല ആളുകൾക്ക് എന്നോട് ഏവിയേഷനെ പറ്റി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ഏവിയേഷൻ നിങ്ങൾ ഒരു എയർപോർട്ടിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം 24 hours അവിടെ എന്താ പിന്നെ എയർപോർട്ട് അടച്ചിടാൻ കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് 3 ഷിഫ്റ്റാണ് ഉണ്ടാവുക. ഒന്ന് രാവിലെ 6 മണിക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചക്ക് 2:30 വരെ ഒരു ഷിഫ്റ്റ്. പിന്നെ 2:30 മുതൽ രാത്രി 9 മണി ഒരു ഷിഫ്റ്റ്. പിന്നെ ആ രാത്രി ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ 8:30 നമ്മൾ എടുത്തുന്ന 9 മണി മുതൽ രാവിലെ 7 മണി വരെ ഷിഫ്റ്റ്. 7 മണി വരെ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ രാത്രിയൊക്കെ ഞാൻ പണിയെടുക്കുക. എനിക്ക് അവിടെ ഞാൻ ഉറങ്ങിപ്പോയ ഒരു ദിവസം. ഞാൻ വർക്ക് ചെയ്ത AOCs എന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. AOCs എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് നമ്മൾ ATC കാണില്ല, നമ്മൾ ഫ്ലൈറ്റ് കൺട്രോൾ. അത് കഴിഞ്ഞാൽ എയർപോർട്ട് മൊത്തം കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ് AOCC, എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെൻ്റർ. അതാണ് AOCC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് ഒരു എയർപോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ റാമ്പ്, ഫ്ലൈറ്റ് ഇറങ്ങുന്ന സ്ഥലം, 2 ബാഗേജ്, 3 കസ്റ്റമർ. ഈ 3 കാര്യത്തെയും കണക്ട് ചെയ്യലായിരുന്നു എൻ്റെ പണി. അതായത് എൻ്റെ 21ാമത്തെ വയസ്സിൽ നിങ്ങൾ മനസ്സിലാക്കണം. അത്ര പ്രഷർ താങ്ങാനൊന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് 6 മാസം കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ സമയത്താണ് എൻ്റെ പേപ്പർ ഞാൻ NSS ഉണ്ടായിരുന്നു. അതിൻ്റെ മാർക്കും കൂടി ഞാൻ അങ്ങ് ആഡ് ചെയ്തപ്പോൾ ആ പേപ്പറിന് പേപ്പർ ഞാൻ പോയി എന്നറിഞ്ഞല്ലോ, അത് എനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടി. അങ്ങനെ കറക്റ്റ് ഒരു അക്കാഡമിക് ഇയർ ഞാൻ എവിടെയായിരുന്നു, 1 വർഷം ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ ഞാൻ നിർബന്ധിതയായി ഞാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഡിഗ്രി പാസ്സായി ഞാൻ എവിടെ ജോയിൻ ചെയ്യാണ്, B.Ed. എൻ്റെ ടീച്ചറാവുന്ന സ്വപ്നത്തിന് ഞാൻ B.Ed ജോയിൻ ചെയ്യാണ്. B.Ed ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ B.Edലെത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം, നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം. സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നിഹാൽ പിടിച്ചു നിൽക്കുന്നത് നിഹാലിൻ്റെ ഡിഗ്രീൻ്റെ പവർ കൊണ്ടല്ല, നിഹാലിൻ്റെ സ്കില്ല് കൊണ്ട് മാത്രമാണ്. നിഹാൽ ഈ അല്ലെങ്കിൽ ഞാൻ ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയെടുത്ത ചില സ്കില്ലുകളുണ്ട്. അവരൊറ്റ സ്കില്ല് കൊണ്ട് നിഹാൽ ജീവിക്കുന്നത്, അല്ലാതെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടോ എൻ്റെ ഇതുകൊണ്ടല്ല. സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം. എനിക്കത് കിട്ടിയില്ല, അത് നിങ്ങൾക്ക് കിട്ടണം. ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് നിങ്ങൾ സെറ്റാക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജിൽ പോകാനുള്ള ഒരു പ്രശ്നം, ഈ ലാംഗ്വേജ് നമുക്ക് കിട്ടില്ല. ഞാൻ കോളേജിനെ കുറ്റം പറയട്ടോ. രണ്ടാമത് അക്കാഡമിക്സാണ്. അക്കാഡമിക്സ് നമ്മുടെ നാട്ടിൽ അടിപൊളി, അതിലൊരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ അക്കാഡമിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ അക്കാഡമിക്സ് നിങ്ങൾ സെറ്റ് ചെയ്യണം. അതിലൂടെ നല്ല സ്കില്ലുകൾ പഠിക്കണം. നല്ല സ്കില്ലുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കോളേജ് പോരാ. അത് വളരെ വിരലുണ്ടാവുന്ന കുറച്ച് കോളേജ് മാത്രമേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളും സബ്മിറ്റുകളും പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കോളേജ് നമ്മുടെ കേരളത്തിലുണ്ടോ ചോദിച്ചാൽ വളരെ ചുരുക്കം കോളേജ് മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം കോളേജ്. പുറത്ത് പഠിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പ്ലേസ്മെൻറ്റാണ്. കാരണം എൻ്റെ കൂടെ അവിടെ റൂം ഷെയർ ചെയ്യുന്നത് MBA പഠിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ രണ്ടാമത്തെ ഒരു സാധനമാണ് എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ഇപ്പോഴും ഞങ്ങൾ കണക്ഷൻ ഉണ്ട്. അവർ MBA പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് അന്ന് ഞാനവിടെ വളരെ ചെറിയ ശമ്പളം തന്നെ ജോലി ചെയ്യുന്നത്. അവർ MBA പഠിച്ചിറങ്ങുന്ന സമയത്ത് അവർക്ക് കിട്ടിയ ജോലി അവിടെ ശമ്പളം 40,000 രൂപയായിരുന്നു. ഞാൻ തന്നെ 2018 കഥ ഞാൻ പറയുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, 40,000 ശമ്പളം. അപ്പോൾ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടാനും നല്ല പരിപാടിക്കും ബാംഗ്ലൂർ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് പോയ ഒരുപാട് കോളേജുകളുണ്ട്. അപ്പോൾ നമ്മളവിടെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതും അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും കേരളത്തിന് പുറത്ത് പോകാനേ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അടുത്തൊരു വിഷയം, ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോകാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്തൊരു CUT ഉണ്ട്. അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അത് ചെയ്യാൻ കഴിയും. CUT എക്സാം വരാൻ വേണ്ടി പോകുന്നുണ്ട്. ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലാംഗ്വേജ് നിങ്ങൾക്ക് സെറ്റ് ആവും. അത് നിങ്ങൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും. നല്ല പ്ലേസ്മെൻറ്റ് പല കോളേജിലുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ 1.5 ലക്ഷമൊക്കെ മാസം ശമ്പളം വാങ്ങുന്ന രീതിയിലേക്കുള്ള പല പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കിൽ ഇമ്പോർട്ടൻ്റാണ്. സ്കില്ലും ലാംഗ്വേജും ഇത് കിട്ടാതെ നിങ്ങൾ 3-4 വർഷം ഒരു ക്യാമ്പസ് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ CUT സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മെജോറിറ്റി നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പോകുന്ന സ്ഥലം ബാംഗ്ലൂരും മൈസൂരും പല കോളേജുകളാണ്. ഇവിടെ പോകുമ്പോഴും പഠിച്ചിറങ്ങുന്നതിൻ്റെ കൂടെ ഈ സ്കില്ല്, അതായത്
ലാംഗ്വേജ് സ്കില്ല്, സെമിനാർ പ്രസൻറ്റേഷൻ സ്കില്ല്, അതുപോലെ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബെസ്റ്റ്. പല ആളുകളും പറയാറുണ്ട് ഡിഗ്രി പോയി സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഞാൻ ഒരിക്കലും ഡിഗ്രി പോയ സമയം വേസ്റ്റ് ആവുമെന്ന് ഞാൻ പറയില്ല. വേസ്റ്റ് ആവും എങ്ങനെ? ഞാൻ ഡിഗ്രിക്ക് പോയ പോലെ നിങ്ങൾ പോയതെങ്കിൽ, അത് ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ തിരിഞ്ഞ് കളിച്ച്, വെറുതെ ക്ലാസ്സിലും കയറാതെ അവിടെയും ഇവിടെയും പോയി ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ എഴുതി വെച്ച് പാസ്സാവാൻ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് പോകണ്ട. നേരെ മറിച്ച് നിങ്ങൾക്കൊരു വിഷനോട് കൂടി ഇത്തരം സ്കില്ലുകളൊക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ ഞാനൊരു പാഷനേറ്റ് ആയി നിങ്ങൾ പഠിക്കുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ് കോളേജ് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഗവൺമെൻറ് കോളേജ് കിട്ടിയെങ്കിൽ പ്രൈവറ്റ് കോളേജ് നിങ്ങൾ പോരുത്. നിങ്ങൾ പൈസ കൊടുത്തു, അതായത് നമ്മളിവിടെ പ്രൈവറ്റ് കോളേജ് പഠിക്കുന്നതിൻ്റെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രൈവറ്റ് കോളേജ് പഠിക്കുക ഒരു 3-4 വർഷം ഡിഗ്രി കഴിഞ്ഞിറങ്ങണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു സെമസ്റ്ററിന് 12,000 13,000 രൂപ ഫീസ് ഉണ്ട്. അത് പോരാത്തതിന് ഡൊണേഷൻ ഉണ്ട്. ഒരു വർഷം തന്നെ 2 സെമസ്റ്ററാണ് വരിക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഏകദേശം ഫീസ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഫീസ് 11-12, ഇപ്പോൾ എത്ര ഫീസ് കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും ഒരു 15 കൂട്ടിക്കോ, 15 30 എത്ര വേണം ഒരു വർഷം നിങ്ങൾ സെമസ്റ്റർ ഫീസ് ആയിട്ട് പ്രൈവറ്റ് സ്കൂൾ, അതിന് ഡൊണേഷൻ വേറെ ഉണ്ടാവും. അങ്ങനെ നിങ്ങളിത് കറക്റ്റ് ഓരോ സെമസ്റ്ററും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ഒരു 2-2.5 ലക്ഷം ഉറുപ്പ്യ എന്തുണ്ടാവും ഈ പഠിക്കാൻ നമ്മളെ നാട്ടിൽ തന്നെ ചിലവുണ്ടാവും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മൈസൂരോ അല്ലെങ്കിൽ അത്തരം പുറത്ത് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറുള്ള കോളേജുകൾ പഠിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു 3-4 വർഷമൊക്കെ വരുന്ന ചിലവ് ഈ പറഞ്ഞ പോലെ ഒരു 3-4 ലക്ഷം ഉറുപ്പ്യ 4 ലക്ഷം ഉറുപ്പ്യ ആകെ ചിലവ് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഞാൻ ഈ പറഞ്ഞ സ്കില്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കില്ല് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുക. ഇതാണ് ഡിഗ്രി കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ഗുണം. നമുക്ക് 4 ആളെ മുന്നിൽ കാര്യങ്ങൾ കൺവീൻസ് ചെയ്യണം, നല്ലൊരു പരിപാടി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. പലപ്പോഴും പിന്നെ ഡിഗ്രി ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഈ പറഞ്ഞ പല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാർ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് BBA കഴിഞ്ഞ ആൾക്കാരുണ്ട്, ഈ BCom കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നല്ല പേഴ്സണാലിറ്റി സ്കില്ലുള്ള ആളുകളാണ്, ഒരു കാര്യം ലീഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ഈ ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഡിഗ്രി കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാം. അല്ലാതെ ഡിഗ്രി എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ PSC എക്സാം അങ്ങനത്തേനൊക്കെ വേണ്ടി നിങ്ങൾക്ക് സിവിൽ സർവീസ് ചെയ്തിട്ടുണ്ട്, PSC എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാക്കി വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനും നമുക്ക് ഡിഗ്രി എടുക്കാം. പ്രധാനമായും സയൻസ് കഴിഞ്ഞ ആൾക്ക് BSCക്ക് പോവാം, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് BA BCom വരെ ഡിഗ്രിക്ക് പോവാം. ഇതൊക്കെയാണ് ഡിഗ്രിയെ പറ്റിയുള്ള ഒരു ഓവറോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ എന്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത എൻ്റെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്നിലേക്ക് ഉണ്ടായ സാധനം, ഞാൻ ഉണ്ടാവാൻ ആഗ്രഹിച്ച കാര്യം എന്ത്, ഇതൊക്കെയാണ് ഇതിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം. ഇനി നിങ്ങൾക്ക് പിന്നെ പുറത്തുള്ള നല്ല ഈ ഞാൻ പറഞ്ഞ ഇതിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജസോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ടീമുണ്ട്. നിങ്ങൾ പലരും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ടീമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ താഴെ ഞാൻ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യം, ഏതിനെ പറ്റിയാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹം, എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം, നിങ്ങൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കും. നിങ്ങൾക്ക് എല്ലാ സംശയവും നേരിട്ട് ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, നമ്മൾ അവരെ കൗൺസിലിംഗ് ശേഷം പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇത്തരത്തിൽ പല വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ സമയം, നമ്മളെ പൈസ നമ്മളെ വാപ്പമാർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്, വെറുതെ കളയരുത്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഇതേപോലെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ആ വാപ്പ ഉണ്ടാക്കിയ 2-3 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്ത് പഠിത്തം പൗതിക്ക് നിർത്തി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എൻ്റെ പൊന്നുമക്കളെ ചെയ്യരുത്. പണത്തിനും സമയത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? വില കരുതണം. പിന്നെ നമ്മുടെ ജീവിതമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നോ അതെന്നെ നമ്മുടെ ജീവിതം. നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ കുറച്ച് ഭാഗ്യമൊക്കെ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. ഇനി ഏതൊക്കെ കോഴ്സിനെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൺസേൺ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അത് നോക്കിയിട്ടായിരിക്കും അടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുക. വീഡിയോൻ്റെ ഡ്യൂറേഷൻ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ അനുഭവം അങ്ങനെയാണ് വാദോരാതെ പറയാണ്. ഞാൻ ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ വരെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടൈം സ്റ്റാപ്പ് ഒന്നിങ്ങനെ ടൈം എന്തോ സാധനം അത് ക്ലിക്ക് ചെയ്തിട്ട് യെസ് സാറേ ഞാൻ ഇത്രയും കേട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എത്രത്തോളം ആളുകൾക്ക് ഇത് ആഗ്രഹം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നല്ലതാവട്ടെ, എന്തൊരു കാര്യം തിരഞ്ഞെടുത്താലും ഹയർ സംഭവിക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. പിന്നെ ഒക്കെ ഒരു അനുഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര സ്വപ്നത്തിലാണ് പിന്നെ ബാംഗ്ലൂർ പോയത്. പക്ഷേ എൻ്റെ പാഷൻ അതല്ല, ഞാനത് നിർത്തി പോകുന്നു. ഇതും ലൈഫിൽ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ റൈറ്റ് പാത്തിലാണ്. ഒരു സമയത്ത് നമ്മളെ കറക്റ്റ് വഴിയിലേക്ക് എത്തും. പക്ഷേ സ്കില്ല് നമ്മളെ കൂടെ വേണം. എനിക്ക് അന്ന് അവിടെ കിട്ടിയ കുറച്ച് സ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്കില്ല് കൊണ്ട് ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കണു. ഓക്കെ, അപ്പോൾ ഒക്കെ ഹൈറാവട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ലൈഫ് ഒന്നേ ഉള്ളൂ, ചെറിയ സമയം നമുക്ക് കിട്ടുക, സമയവും വേസ്റ്റ്, ഞാൻ എപ്പോഴും സമയം വേസ്റ്റ് ചെയ്യരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയും വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.